ഇന്ന് നിർണായകമായ 3 പോയിന്റ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. പ്ലേയേഴ്സ് കുറച്ചുകൂടി സീരിയസ് ആയി കളിക്കണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങുകയാണ്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്‌വർക്ക്. അതെ, അങ്ങനെ ഇന്ന് ഈസ്റ്റ് ബംഗാളുമായുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു. സിമ്പിളായി വിജയിച്ച് 3 പോയിന്റ് നേടും എന്ന് നമ്മൾ വിചാരിച്ച ഒരു മത്സരം എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3, 4 കളിയായിട്ട് വലിയ കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രകടനമൊന്നും ആയിരുന്നില്ല ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. അത് എനിക്കെന്നല്ല, കളി കണ്ട എല്ലാവരുടെയും അഭിപ്രായം ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ കാര്യമാക്കിയില്ല. സാധാരണ നമ്മളതൊക്കെ ഒരുപാട് കണ്ടവരാണ്. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് എന്താ ഗോൾ വഴങ്ങിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഏതാ മൊത്തത്തിൽ അടിച്ച് കലക്കി തകർത്ത് വൻ കംബാക്ക് നടത്തുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഒക്കെ കണ്ട് കാച്ചുകയും ചെയ്തു. 60 മിനിറ്റ് കഴിഞ്ഞ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സാധാരണ ഒരു 60 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സാധാരണ ബ്ലാസ്റ്റേഴ്സ് എന്താ കളി മോഡൊന്ന് ചേഞ്ച് ആക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിയാക്കി കൂടുതൽ അറ്റാക്കിങ്ങിലേക്കൊക്കെ പോയി അതിനിപ്പോൾ എത്ര ഗോൾ അടിച്ച് നമുക്ക് ജയിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ അത് ഓവർകം ചെയ്ത് വരുന്ന ഒരു ആ ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് കൂടുതൽ ഞാൻ കണ്ടത് ഭയങ്കര ലേസി അല്ല, ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഞാൻ കണ്ടു. ലൂണയൊക്കെ നല്ല ടയേർഡ് ആയിരുന്നു. അതേപോലെ പക്ഷേ ലൂണയാണ് ഇന്ന് പ്ലെയർ റേറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലൂണയാണ് കൂടുതൽ. അതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നോവയാണെങ്കിലും ജിമെനസ് ആണെങ്കിലും ഒക്കെ 4 പോയിന്റിന്റെ മേളിൽ, ലൂണയ്ക്ക് 4.2 ഉണ്ട്. അപ്പോൾ എല്ലാവരും കളിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഒരു ടയേർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ടീമിന്. കാരണം ആ ടയേർഡിന്റെ മെയിൻ കാരണം അത് ISLന്റെ ഈ മാച്ച് ഷെഡ്യൂളിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ടേബിൾ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ 18 കളി കളിച്ചു. എന്നാൽ 15 കളി മാത്രം കളിച്ചിട്ടുള്ള ടീമുകൾ ആ ടേബിളിലുണ്ട്. 16 കളികൾ മാത്രം കളിച്ച ടീമുകളുണ്ട്. വളരെ കുറച്ച് ടീമുകൾ മാത്രമാണ് എന്താ ഒരു 17 കളിയാണ് കളിച്ചേക്കുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് നിരന്തരമായി കളികൾ, ബ്ലാസ്റ്റേഴ്സിന് 5 ദിവസമൊക്കെ ഇടവിട്ട് കളികളുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ബ്ലാസ്റ്റേഴ്സിന് മാത്രം എന്തുകൊണ്ട് ഇത്ര ബിസി ഷെഡ്യൂളുകൾ വരുന്നു? പ്ലേയേഴ്സിന് റിക്കവറി ടൈം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ബ്ലാസ്റ്റേഴ്സ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ തോന്നൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയുക. അപ്പോൾ അതൊരു കാരണമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനത്തിൽ പ്ലേയേഴ്സ് എല്ലാം നല്ല ടയേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാൻ ലൂണ ലാസ്റ്റ് ഒരു ക്ലിയറൻസ് ചെയ്തിട്ട് ലൂണ എണീറ്റ് പോകുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം വന്നു. ആള് കിതയ്ക്കുന്നു. ആളുടെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര 90 മിനിറ്റ് കഴിഞ്ഞു. 90 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഇഞ്ചുറി ടൈമിന്റെ സമയത്താണ് പുള്ളി ഭയങ്കരമായിട്ട് കിതയ്ക്കുന്ന ഒരു അപ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം അഡ്രിയാൻ ലൂണയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ഫാൻ എന്ന രീതിയിൽ കൂടെ ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ബിസി ഷെഡ്യൂളിംഗ് അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അത് നടക്കുന്നുണ്ട്. പിന്നെ ടീം കുറച്ചുകൂടി എന്താ പറയുക, എഫേർട്ട് ഇടണമെന്നല്ല അതിന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ടയേർഡ് തന്നെ ആയിരിക്കാം അതിൻ്റെ കാരണം. എന്നുവെച്ചാൽ ഇന്ന് ജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഇന്ന് ടീമിന് ഇല്ലായിരുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ 3 പോയിന്റ് നമുക്ക് വളരെ നിർണായകമായിരുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ കളികളും നമുക്ക് നിർണായകമാണ്. നമുക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് തൊട്ട് മുകളിൽ കിടക്കുന്ന എല്ലാവരെയും ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അതിനുള്ള പോയിന്റൊക്കെ മേളിലുള്ളൂ. എന്തായാലും നമുക്ക് ലാസ്റ്റ് 6 എത്തിയാൽ മതി പ്ലേ ഓഫ് കളിക്കാം. പക്ഷേ ആ ഒരു ബോധത്തോടെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്ങനെയെങ്കിലും ഈ കളി ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന മട്ടിൽ കളിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. പിന്നെ എന്തായാലും ഡാനിഷ് ഫറൂഖ് ഇന്ന് വന്നൊരു ഗോൾ അടിക്കുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും നമുക്കൊരു പ്രതീക്ഷ തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞിട്ടും സാധാരണ നമുക്ക് വേണമെങ്കിൽ തിരിച്ചടിച്ചിടാനുള്ള ഒരു മെന്റാലിറ്റി ടീമിന് വരുന്നില്ല. അത് ഈ ടയേർഡിന്റെ ഭാഗമായിട്ട് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇത്രയും മോശം പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഏറ്റവും മെയിൻ റീസൺ ഈ ബിസി ഷെഡ്യൂളിംഗ് ആണ്. ടീമിന് റിക്കവറി പീരീഡ് എന്ന് പറയുന്ന സാധനം ഇല്ല. അതും എവേ കളിക്കാനാണ് പോയിരിക്കുന്നത്. നമ്മൾ ഒരു എവേ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഹോം, പിന്നെ അങ്ങനെ കളിച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത എവേ പോയിരിക്കുകയാണ്. അപ്പോൾ ട്രാവലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി കാണും? ഏകദേശം ഒരാഴ്ച പോലും ആകുന്നില്ല. ഇവർ വീണ്ടും ട്രാവൽ ചെയ്യണം, തിരിച്ചു വരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈം കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പ്ലേയേഴ്സൊക്കെ ഭയങ്കര ടയേർഡാണ്. ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഇത്രയും ബിസി ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. റിച്ചാർഡ് സെലിസ് ഇന്ന് ലൂണേനെ പോയി ഫൗൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ പോയി ലൂണയെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഫൗൾ അവിടെ ചെയ്തപ്പോഴത്തേക്ക് സന്ദീപ് വന്നിട്ട് തിരിച്ച് സെലിസിനെ ഫൗൾ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ ലൂണയെ ഫൗൾ ചെയ്തതിന് പകരം നേരെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലെയർ മറ്റൊരു ടീമിലെ പ്ലെയറിനെ ആയിരുന്നു ഫൗൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവിടെ ഒരു റെഡ് കാർഡ് പൊങ്ങിയേനെ. ഉറപ്പായിട്ടും പൊങ്ങിയേനെ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിന് കണ്ടതാണ് ഒരു റെഡ് കാർഡ് പഴയനങ്ങ് പൊങ്ങിയത്. അപ്പോൾ സെലിസിന് യെല്ലോ കൊടുക്കുകയും, എന്തായാലും സന്ദീപിന് അതുകൊണ്ട് യെല്ലോ തന്നെ കൊടുത്തല്ലേ പറ്റൂ, റെഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സന്ദീപ് യെല്ലോയിൽ ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ന് റഫറി മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. ഔട്ടൊക്കെ പോയ ബോൾ, അത് നോവയുടെ ഉണ്ട്. ഔട്ടൊക്കെ പോയ ബോളൊക്കെ വിസിലൊന്നുമില്ല. ഭയങ്കര അങ്ങനെ കുറേ നാടകീയമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റഫറിമാർ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മനുഷ്യരാണ്. വാർ സിസ്റ്റം ഒന്നും വരാത്തതുകൊണ്ട് അതൊക്കെ ISLന്റെ കുഴപ്പമാണ്. കേരളത്തിലൂടെ സെവൻസിലൊക്കെ ഉണ്ടേ വാർ സിസ്റ്റം ഒക്കെ. അപ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ മോശമാണ്. അടുത്ത വർഷം ഇവിടെ SLKയിൽ വാർ സിസ്റ്റം ഒക്കെ വരാൻ പോകുന്നു. നാണക്കേടാണ്. പറ്റുമെങ്കിൽ കൊണ്ടുപോകാം. പിന്നെ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് പെപ്ര കൂടി വന്നപ്പോൾ എന്തായാലും അറ്റാക്ക് വരും. പക്ഷേ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റൊക്കെ അറ്റാക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന്
ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ടയേർഡ്നെസ് കൂടുതലായി ഈസ്റ്റ് ബംഗാൾ മുതലെടുത്തു എന്നും വേണമെങ്കിൽ പറയാം. ഈസ്റ്റ് ബംഗാൾ നന്നായി പ്ലാൻ ചെയ്ത് തന്നെയാണ് കളിച്ചത്. ആദ്യമൊന്നും ബ്ലാസ്റ്റേഴ്സിനെ അധികം അവർ ബോക്സിലേക്കൊന്നും കയറ്റുന്നുണ്ടായിരുന്നില്ല. സാധാരണ നോവ കളിക്കുന്ന ആ ഒരു പ്ലേയിങ് സ്റ്റൈലൊന്നും നോവയെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 2 ഗോൾ അടിക്കുന്നു. ഈസ്റ്റ് ബംഗാൾ വിജയിച്ചു കയറുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള മാച്ചുകൾ എങ്ങനെയും ഒരു പ്ലേ ഓഫിൽ എത്തുക എന്നുള്ളതാണ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ്റെയും ആഗ്രഹം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.